നമസ്കാരം, 7 മണി ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രേഷ്മ. ആദ്യം പ്രധാന വാർത്തകൾ. കരൂർ സന്ദർശിക്കാൻ തമിഴക വെற்றிക്കഴകം അധ്യക്ഷനും നടനുമായിട്ടുള്ള വിജയ്. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമായും തീരുന്നതിന് മുമ്പ് കർട്ടനിട്ട് അധ്യാപകൻ. പാകിസ്ഥാന്റെ 10 യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തെന്ന് വ്യോമസേന മേധാവി. തിരുവോണം മെമ്പർ ഫലം പ്രഖ്യാപിച്ചു. നറുക്കെടുപ്പ് ധനമന്ത്രി KN ബാലഗോപാലൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ദുരന്തഭൂമിയായ കരൂർ സന്ദർശിക്കാൻ തമിഴക വെற்றிക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് കരൂർ സന്ദർശിക്കുമെന്ന് വിജയ് കരൂരിലെ പാർട്ടി പ്രവർത്തകരെ അറിയിച്ചു. ചെന്നൈയിൽ ചേർന്ന പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിന് ശേഷമാണ് വിജയ് നിലപാട് അറിയിച്ചത്. മുന്നൊരുക്കങ്ങൾ നടത്താൻ കരൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് വിജയ് നിർദ്ദേശവും നൽകി. ദുരന്തഭൂമിയായ കരൂർ സന്ദർശിക്കാൻ തമിഴക വെற்றிക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് കരൂർ സന്ദർശിക്കുമെന്ന് വിജയ് കരൂരിലെ പാർട്ടി പ്രവർത്തകരെ അറിയിച്ചു. ചെന്നൈയിൽ ചേർന്ന പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിന് ശേഷമാണ് വിജയ് നിലപാട് അറിയിച്ചത്. മുന്നൊരുക്കങ്ങൾ നടത്താൻ കരൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് വിജയ് നിർദ്ദേശം നൽകി. ഇതിനായി 20 അംഗങ്ങളെ വിജയ് നിയോഗിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെയും സാരമായി പരിക്ക് പറ്റിയവരുടെയും കുടുംബാംഗങ്ങളെ വിജയ് സന്ദർശിക്കുമെന്നാണ് വിവരം. അതേസമയം കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ മദ്രാസ് കോടതി നിയോഗിച്ചു. സർക്കാർ എതിർപ്പ് മറികടന്നാണ് ഹൈക്കോടതിയുടെ തീരുമാനം. അതേസമയം ദുരന്തത്തിൽ TVK അധ്യക്ഷനും വിജയ്ക്കെതിരെയും കോടതി രൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. കരൂരിലേത് മനുഷ്യ നിർമ്മിതമായ ദുരന്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കുട്ടികളടക്കം മരിച്ചിട്ടും നേതാവ് സ്ഥലം വിട്ടെന്നും അണികളെ ഉപേക്ഷിച്ച ആൾക്ക് നേതൃത്വ ഗുണം ഇല്ലെന്നും കോടതി വിമർശിച്ചു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു 41 പേരുടെ മരണത്തിന് ഇടയായ അപകടമുണ്ടായത്. നിശ്ചയിച്ചതിലും 6 മണിക്കൂർ വൈകിയാണ് വിജയ് പരിപാടിയിലേക്ക് എത്തിയത്. ഈ സമയം അത്രയും ഭക്ഷണവും വെള്ളവുമില്ലാതെ ആളുകൾ കാത്തുനിന്നു. വിജയ് പ്രസംഗം ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും TVK പ്രവർത്തകരും ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യ ദിനം 38 പേരായിരുന്നു മരിച്ചത്. 10 കുട്ടികൾ, 16 സ്ത്രീകൾ, 12 പുരുഷന്മാർ എന്നിങ്ങനെയായിരുന്നു മരണസംഖ്യ. പിന്നീട് 3 മരണം കൂടി സ്ഥിരീകരിക്കുകയായിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഹൃദയാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. വെള്ളിയാഴ്ച മുതൽ മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. തുടർന്നാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. വെള്ളിയാഴ്ച മുതൽ മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച മാധ്യമ കുലപതിയാണ് TJS ജോർജ്. പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ സ്വദേശിയാണ്. മുംബൈയിൽ ഫ്രീ പ്രസ് ജേർണലിൽ നിന്നാണ് TJS ജോർജിന്റെ മാധ്യമപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദി സെർച്ച് ലൈറ്റ്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ, ഏഷ്യ വീക്ക് എന്നിവയിലും പ്രവർത്തിച്ചു. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഡിറ്റോറിയൽ അഡ്വൈസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2011 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. കേരള സർക്കാർ പത്രപ്രവർത്തന മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2019 അദ്ദേഹത്തിന് ലഭിച്ചു. അമ്മു ജോർജാണ് ഭാര്യ. പ്രശസ്ത എഴുത്തുകാരൻ ജീത് തയ്യലും ഷേബ തയ്യലും മക്കളാണ്. ഓപ്പറേഷൻ സിന്ദൂർ 5 F-60 ഉൾപ്പെടെ പാകിസ്ഥാന്റെ 10 യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തെന്ന് വ്യോമസേന മേധാവി. ഓപ്പറേഷൻ സിന്ദൂർ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷ്യം കണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു എന്നും വ്യോമസേന മേധാവി അറിയിച്ചു. പാകിസ്ഥാന്റെ 10 യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തെന്ന് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധം നീണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷ്യം കണ്ട് അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും വ്യോമസേന മേധാവി അറിയിച്ചു. 93ാമത് വ്യോമസേന ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു വ്യോമസേന മേധാവി. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 10 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു. 5 F-60 ഉൾപ്പെടെയാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. 3 സേനകളും അവരുടെ കരുത്തുകാട്ടി. 1971 ശേഷം രാജ്യം നേടിയ വലിയ വിജയങ്ങളിൽ ഒന്നാണിത്.
രാജ്യത്തിന്റെ ചരിത്രത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെ നടന്ന യുദ്ധമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും വ്യോമസേന മേധാവി പറഞ്ഞു. കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് ഇന്ത്യൻ സൈന്യം ലക്ഷ്യം നേടി. ഒടുവിൽ പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ എത്ര ഉള്ളിലാണെങ്കിലും അത് തകർക്കാനുള്ള കരുത്ത് വ്യോമസേനക്കുണ്ട്. ചൈനീസ് അതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടാനും വ്യോമസേന സജ്ജമാണ്. ആ മേഖലയിൽ പുതിയ എയർബേസുകൾ ഉൾപ്പെടെ വികസിപ്പിച്ച് വരുന്നുണ്ട്. ഇതുവരെ കണ്ട യുദ്ധങ്ങൾ പോലെ ആകില്ല വരും കാല യുദ്ധങ്ങൾ. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് സേനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ യുദ്ധവിമാനങ്ങൾക്കായി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചുമമരുന്ന് നൽകരുത് നിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വിവിധ സംസ്ഥാനങ്ങളിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് നൽകരുത് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിവിധ സംസ്ഥാനങ്ങളിൽ ചുമമരുന്ന് കഴിച്ച കുട്ടികൾ മരിച്ചെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. ഇത്തരം മരുന്നുകളുടെ ഉപയോഗം കൃത്യമായി ക്ലിനിക്കിൽ പരിശോധിക്കുകയും ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന് ശേഷം മാത്രം മതി. മരുന്ന് ഇതര രീതികളിൽ ആയിരിക്കണം രോഗികൾക്ക് നൽകേണ്ടതെന്ന പ്രാഥമിക പരിചരണം. എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ഇത്തരം മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം ഉപയോഗിക്കുക. മരുന്ന് നിർദ്ദേശിക്കുന്നതിൽ ആരോഗ്യ സ്ഥാപനങ്ങളടക്കം ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഈ മാർഗനിർദ്ദേശം സംസ്ഥാനത്തിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും കർശനമായി പാലിക്കണമെന്നും ചൂണ്ടിക്കാട്ടി. തിരുവോണം ബമ്പർ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ BR 105 നറുക്കെടുത്തു. TH 57, 78, 25 എന്നീ നമ്പറാണ് ഒന്നാം സമ്മാനമായി 25 കോടി രൂപ നേടിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തിരുവനന്തപുരം ഗോർഗി ഭവനിൽ വെച്ച് നറുക്കെടുപ്പ് നടന്നത്. വൈറ്റില നെട്ടൂരിലെ INTUC ജംഗ്ഷനിലുള്ള ലതീഷ് എന്ന ഏജന്റിന്റെ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായിട്ടുള്ള 25 കോടി രൂപ അടിച്ചത്. 1 കോടി വീതം 20 പേർക്കാണ് രണ്ടാം സമ്മാനം. മൂന്നാം സമ്മാനം 50 ലക്ഷം രൂപ വീതം. 5 ലക്ഷം രൂപ വീതം 10 പേരാണ് നാലാം സമ്മാനത്തിന് അർഹരായത്. അഞ്ചാം സമ്മാനം 10 പരമ്പരകൾക്ക് 2 ലക്ഷം രൂപ വീതമാണ്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ ബമ്പറിന്റേതായി അടിച്ചത്. ഇതിൽ നാശനഷ്ടം സംഭവിച്ച 1 ടിക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ ടിക്കറ്റും വിറ്റഴിഞ്ഞിട്ടുണ്ട്. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം ഷോ നടത്തിയതിൽ നടപടി. സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡാണ് സംഭവം നടന്നത്. പലസ്തീനിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയാണ് സംഭവം. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം ഷോ പൂർത്തിയാക്കുന്നതിന് മുൻപേ അധ്യാപകൻ കർട്ടൻ താഴ്ത്തുകയായിരുന്നു. ഇന്ന് നടക്കേണ്ട കലോത്സവം മാറ്റിവെച്ചു. ഗാസയിലും പാലസ്തീനിലും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിന്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് മൈം അവതരിപ്പിച്ചത്. +2 വിദ്യാർത്ഥികളാണ് ഈ മൈം ഷോ അവതരിപ്പിച്ചത്. എന്നാൽ പരിപാടി അവതരിപ്പിച്ച് 2.5 മിനിറ്റ് ആവുമ്പോഴേക്കും അധ്യാപകൻ കർട്ടൻ താഴ്ത്തുകയായിരുന്നു. നടപടിയെടുത്ത അധ്യാപകരുടെ പേര് വെളിപ്പെടുത്താൻ കുട്ടികൾ തയ്യാറാകുന്നില്ല. ഇന്നലെ 6 മണിക്ക് നടന്ന സംഭവത്തിൽ കർട്ടനിട്ട് ഉടൻ തന്നെ മറ്റെല്ലാ പരിപാടികളും നിർത്തിവെക്കുകയായിരുന്നു. ഇന്നും കലോത്സവം തുടരേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് പരിപാടിയൊന്നും നടന്നിട്ടില്ല. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് എന്തെന്ന കാര്യത്തിലും വ്യക്തമായിട്ടില്ല. അധ്യാപകരും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. സംഭവത്തിന് പിന്നാലെ അധ്യാപകർ പോലീസിനെ വിളിച്ചു വരുത്തിയെന്നും വിദ്യാർത്ഥികളെ വിരട്ടി ഓടിച്ചുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. സ്കൂളിലേക്ക് പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലാണ് MSF. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ഏകദിന ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുകയാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഏകദിന T20 ടീമുകളെ ഉടൻ പ്രഖ്യാപിക്കും. ഏഷ്യാകപ്പ് നേടിയ T20 ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഏകദിനത്തിൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ആരായിരിക്കും ഇന്ത്യൻ ടീം നയിക്കുക? ചാമ്പ്യൻ ട്രോഫി ഇന്ത്യക്ക് നേടിത്തന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലെ സ്ഥാനം നിലനിർത്തുമെങ്കിൽ രോഹിത്തിന്റെ ഏകദിന ക്യാപ്റ്റൻസി സംശയത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രോഹിത്തുമായി അജിത് അഗാർക്കർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുകയാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഏകദിന T20 ടീമുകളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഏകദിന ക്യാപ്റ്റൻസി ചർച്ചയും നടക്കുന്നത്.
ഏഷ്യൻ കപ്പ് നേടിയ 2020 ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഏകദിനത്തിൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മ തെറിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ടീമിൽ ഇടമുണ്ടെന്നും എന്നാൽ ക്യാപ്റ്റൻസി പദവി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാനാകില്ലെന്നും BCCI സൂചന നൽകിയതായാണ് വിവരം. ആസ്തി 12,490 കോടി. അംബാനിക്കും അദാനിക്കുമൊപ്പം ശതകോടീശന്മാരുടെ പട്ടികയിൽ ഇടം നേടി ഷാരൂഖ് ഖാൻ. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ ആദ്യമായി ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തികളുടെ വാർഷിക റാങ്കിംഗ് ആയ ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 ആരാധകരുടെ SRK ഇടം പിടിച്ചത്. 59 വയസ്സുള്ള സൂപ്പർ താരത്തിന്റെ ആസ്തി 12,490 കോടി രൂപയാണ്. വൻകിട വ്യവസായികളായ മുകേഷ് അംബാനി, ഗൗതം അദാനി എന്നിവർ പട്ടികയിൽ ഒന്നാമതെത്തിയപ്പോൾ സെലിബ്രിറ്റി പട്ടികയിൽ കിം ഖാൻ തന്നെയാണ് മുന്നിൽ. ഇതോടെ ഫോർബ്സ് മാഗസിൻ $1.6 ബില്യൺ ആസ്തി കണക്കാക്കുന്ന അർണോൾഡ് ഷ്വാസ്നെഗർ, പോപ്പ് താരം റിഹാന, ഗോൾഫ് താരം ടൈഗർ വുഡ്സ്, ഗായിക ടൈലർ സ്വിഫ്റ്റ് എന്നിവരുടെ പട്ടികയിലും കിം ഖാൻ ഇടം നേടും. ബോളിവുഡ് നടി ജൂഹി ചൗള, നടന്മാരായ ഹൃത്വിക് റോഷൻ, അമിതാഭ് ബച്ചൻ, ചലച്ചിത്ര സംവിധായകൻ കരൺ ജോഹർ എന്നിവരാണ് പട്ടികയിലുള്ള മറ്റ് ബോളിവുഡ് സെലിബ്രിറ്റികൾ. ഷാരൂഖ് ഖാനും ഭാര്യ ഗൗരി ഖാനും ചേർന്ന് 2002 സ്ഥാപിച്ച ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് ആണ് സ്വപ്ന നേട്ടത്തിലേക്കുള്ള വഴി തുറന്നത്. റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് ഷാരൂഖ് ഖാന്റെ സമ്പത്ത് വൻതോതിൽ ഉയർന്നത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ജവാനിലൂടെ സ്വന്തമാക്കിയ താരത്തിന് മറ്റൊരു നേട്ടം കൂടിയായി ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 ഇടം പിടിച്ചത്. ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പട്ടികയിൽ ഷാരൂഖ് ഖാന് പിന്നിലായി ബോളിവുഡിലെ 2ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് ജൂഹി ചൗളയാണ്. 7,790 കോടി രൂപയുടെ ആസ്തിയാണ് ജൂഹി ചൗളയ്ക്കുള്ളത്. IPL ടീമായ നൈറ്റ് റൈഡേഴ്സ് സ്പോർട്സിലെ ഓഹരി പങ്കാളിത്തമാണ് ജൂഹി ചൗളയുടെ ആസ്തിയുടെ പ്രധാന കാരണം. 2,160 കോടി രൂപയുമായി ഹൃത്വിക് റോഷനാണ് 3ാം സ്ഥാനത്തുള്ളത്. ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ HRXന്റെ പങ്കാളിത്തമാണ് ഹൃത്വിക് റോഷന് ഗുണം ചെയ്യുന്നത്. 1,880 കോടി രൂപയുമായി കരൺ ജോഹറാണ് തൊട്ടു പിന്നിലുള്ളത്. 1,630 കോടി രൂപയുമായി അമിതാഭ് ബച്ചനും കുടുംബവും ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.